ഹായ് ഹലോ, ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ഇല്യൂഷൻ ആർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. കുറേ നാളായി വിചാരിക്കുന്നു ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്കിതിങ്ങനെ വീഡിയോ എല്ലാം കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അവർ വരച്ചെടുക്കുന്നത് കാണാൻ. അപ്പോൾ അറിയണമല്ലോ എത്ര നേരം പണിയെടുത്തിട്ടാണ് അവർ വരക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കാട്ടോ, ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് വലിയ ഒരു ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്ര വരച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് നല്ല ക്ഷമ വേണമെന്നുള്ളത്. എനിക്ക് ക്ഷമ കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ഒന്ന് വേഗം പെട്ടെന്നൊന്ന് ഒരുക്കിയിട്ട് പോകാമെന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ 2x ഇട്ടിട്ട് കാണും എന്നുവെച്ചാൽ അത്രയും ക്ഷമയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ക്ഷമ വരാൻ സൂപ്പറാണ്. എന്തായാലും ഞാൻ നല്ല ക്ഷമ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോഴേക്ക്. ആദ്യ ശ്രമം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാളിച്ചകൾ ഉണ്ടാവുമെന്നുള്ളത് എനിക്കറിയാം. എന്നാലും നിങ്ങളെ ഓരോ വിലയേറിയ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇത് മൊത്തം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് അടുത്ത ടാസ്ക്. ഇതും നല്ല പണിയുണ്ട്. എനിക്ക് സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ബ്ലാക്ക് മഷി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. പക്ഷേ ഞാൻ പെണ്ണുകൊണ്ട് തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിനിടയ്ക്ക് സനിച്ചേട്ടൻ ഒരിക്കൽ വന്നിട്ട് പോയിട്ടുണ്ടായിന്. അപ്പം എന്നോട് പറഞ്ഞു നിനക്ക് വേറൊരു പണിയും ഇല്ലേ എന്നുള്ളത്. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മിത് ചെയ്ത് കിട്ടുന്നില്ല സന്തോഷം. അപ്പോൾ ബ്ലാക്കും കൂടി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കളറും കൂടി ചെയ്ത് കൊടുത്താൽ നമ്മളെ പണിയുടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ട് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളത് അറിയാം. അടുത്ത പ്രാവശ്യം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ വരും. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം.